നമസ്കാരം. നാളെ പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് നാളെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായി പുടിൻ എന്തെങ്കിലും ഒരു വാഗ്ദാനം ഇന്ത്യക്ക് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. കൂടാതെ മോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, വ്യാപാരം, തന്ത്രപരമായ ഗതാഗത ഇടനാഴികൾ എന്നിവ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ രാഷ്ട്രപതി ഭവനിൽ വിരുന്നൊരുക്കും എന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്ത്യൻ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുമെന്നും ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള മുഖ്യ പങ്കാളികളുമായുള്ള സാമ്പത്തിക ഇടപെടൽ ശക്തിപ്പെടുത്തുമെന്നും പുടിൻ വ്യക്തമാക്കുന്നുണ്ട്. സന്ദർശനത്തിൽ ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്യുമെന്നും തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുമേൽ US പിഴ ചുമത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ അടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം. പുടിൻ എന്തായാലും വലിയ രീതിയിൽ ഒരു വാഗ്ദാനം ഇന്ത്യക്ക് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായി ട്രംപിന് കനത്ത പ്രഹരമാകും ഉണ്ടാകാൻ പോകുന്നത്. സുഖോയ് Su-57 വിമാനങ്ങളുടെ സംയുക്ത നിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇത്തവണത്തെ സന്ദർശനത്തിലെ മുഖ്യ അജണ്ട. പ്രധാനമന്ത്രി മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കരുത്തേകാൻ റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കിയിരുന്നു. പ്രതിരോധ നിർമ്മാണത്തിൽ മാത്രമല്ല വ്യാപാര ബന്ധങ്ങളിലും സുപ്രധാനമായ വളർച്ച ലക്ഷ്യമിട്ടുള്ള ഈ ഉന്നതതല കൂടിക്കാഴ്ച ആഗോളതലത്തിൽ ഇരു രാജ്യങ്ങളുടെ ബന്ധം എത്രത്തോളം ശക്തമാണ് എന്നതിന്റെ തെളിവാണ്. പ്രതിരോധ രംഗത്ത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം ഒരു പുതിയ ഉയരത്തിലെത്താൻ സാധ്യതയുണ്ട്. Su-57 യുദ്ധവിമാനങ്ങളുടെ സംയുക്ത നിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിലെ പ്രധാന അജണ്ടയിലുണ്ടെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചിരുന്നു. ആഭ്യന്തര ആയുധ നിർമ്മാതാക്കളുമായി സഹകരിക്കാൻ സൗഹൃദ രാജ്യങ്ങളിലെ പ്രതിരോധ സ്ഥാപനങ്ങളെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ റഷ്യ ഈ സംരംഭത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് പെസ്കോവ് ഉറപ്പു നൽകിയിട്ടുള്ളത്. ഡിസംബർ 4 മുതൽ 5 തീയതികളിൽ പുടിന്റെ 10ാമത് ഇന്ത്യ സന്ദർശനം ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ദീർഘകാല സുസ്ഥിരതയും ആഴവും ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. സുഖോയ് Su-57 പോലുള്ള തന്ത്രപരമായ പ്രതിരോധ സഹകരണങ്ങൾ, മേക്ക് ഇൻ ഇന്ത്യക്ക് നൽകുന്ന റഷ്യൻ പിന്തുണ, അതോടൊപ്പം തന്നെ ചാമ്പഹാർ, അതോടൊപ്പം INSTZ പോലുള്ള സുപ്രധാന വ്യാപാര ഇടനാഴികളിലെ സഹകരണം എന്നിവയെല്ലാം ഇരു രാജ്യങ്ങൾക്കും ആഗോള സാമ്പത്തിക രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിൽ ഉറച്ച അടിത്തറയാണ് നൽകുന്നത്. പരസ്പര ബഹുമാനത്തെയും പൊതു താൽപര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഈ ബന്ധം ബഹുദ്രുവ ലോകക്രമത്തിന് ശക്തി പകരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഈ നയതന്ത്ര ചർച്ചകൾ ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യാരംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകമിപ്പോൾ. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്.